ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8th ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ് ഇതിലെ എക്സസൈസ് 8.1 ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഷോ ദാറ്റ് ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ പരിഗണിക്കുക. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് BAD, ABC ആൻഡ് ട്രയാങ്കിൾ BAD, ABC ഈ ട്രയാങ്കിളും BAD കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പരിഗണിച്ച പോലെ തന്നെ അതേപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾ എടുക്കും. അപ്പോൾ ഇവിടെ AB ഈക്വൽ ടു AB അത് കോമൺ സൈഡാണ്. പിന്നെ BC ഈക്വൽ ടു AD, BCയും ADയും, BC ഈക്വൽ ടു AD. അതിൻ്റെ റീസൺ സൈഡ്സ് ഓഫ് സ്ക്വയർ അത് ഈക്വൽ ആയിരിക്കുമല്ലോ, സൈഡ്സ് ഓഫ് എ സ്ക്വയർ. ഇനി ആംഗിൾ ABC ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ BAD ഈ ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം ഇതിനും കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ റീസൻ്റെ ആവശ്യമില്ല, കാരണം ഇത് സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് ഓഫ് എ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ സൈഡ് കോമൺ ആണ്, ഈ സൈഡിനോട് ഈക്വൽ ആണ്, ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BAD. കാരണം നമുക്ക് രണ്ട് സൈഡും ഒരു ആംഗിളും കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളാണ്. അപ്പോൾ AS കോൺഗ്രുവൻസ് റൂൾ. അതുകൊണ്ട് നമുക്ക് AC ഈക്വൽ ടു BD എന്ന് എഴുതാം. AC ഈക്വൽ ടു BD, ACയും BDയും ഈക്വൽ ആണ്, കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ CPCT എന്ന് റീസൺ എഴുതാം. ഇനി ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് COD, AOB ആൻഡ് COD, ട്രയാങ്കിൾ COD, AOBയും CODയും ആ രണ്ട് ട്രയാങ്കിൾ നോക്കുക. അതിൽ AB ഈക്വൽ ടു CD ആണ്, കാരണം സ്ക്വയറിൻ്റെ സൈഡാണ്. അപ്പോൾ സൈഡ്സ് ഓഫ് എ സ്ക്വയർ. ഇനി ആംഗിൾ AOB ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ COD, കാരണം അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OAB നോക്കുക, OAB ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ OCD, OADയും OCDയും. അപ്പോൾ ഈ ആംഗിൾ ഇവിടെ CDയും ABയും പാരലായിരിക്കും, കാരണം സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും ഇത് രണ്ടും. ഫോർ റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ദെർഫോർ ട്രയാങ്കിൾ AOB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ COD. കാരണം ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. AB ഈക്വൽ ടു CD നമ്മൾ എഴുതിയിട്ടുണ്ട്. ആംഗിൾ AOB ഈ ആംഗിളും ഈക്വൽ ആണ്, അതുപോലെ ഇവിടെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിളും ഒരു സൈഡും കിട്ടി. അപ്പോൾ AAS കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് AO ഈക്വൽ ടു OC എന്ന് എഴുതാം. AO ഈക്വൽ ടു OC ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, കാരണം കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിൻ്റെ സൈഡാണ്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് CPCT എന്ന് എഴുതാം. അതുപോലെ തന്നെ സിമിലർലി ഇതേപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൂവ് ചെയ്താൽ നമുക്ക് AODയും ഫ്രം ട്രയാങ്കിൾ AOD ആൻഡ് AODയും BOCയും എടുത്താൽ ട്രയാങ്കിൾ B അവിടെയും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ OB ഈക്വൽ OD എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് OB ഈക്വൽ ടു OD എന്നും പ്രൂവ് ചെയ്യാം.
സെയിം മെത്തേഡ് തന്നെ ആയതുകൊണ്ട് അത് പ്രത്യേകം എഴുതുന്നില്ല, അതേപോലെ പ്രൂവ് ചെയ്യാമെന്ന് എഴുതി വെച്ചു. ഇനി ഇൻ ട്രയാങ്കിൾ എ ബി സി അതിൽ ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ ബി സി എ ബി സി എന്ന ട്രയാങ്കിളിൽ ആംഗിൾ ബി എ സി എന്ന ഈ ആംഗിളും ബി സി എ ഈ ആംഗിളും അത് രണ്ടും കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും, ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ബി 90 ഡിഗ്രി ആകുമ്പോൾ ബാക്കിയുള്ള ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ട്രയാങ്കിൾ മൊത്തം 180 ഡിഗ്രി ആകുമ്പോൾ ബാക്കിയുള്ള രണ്ട് ആംഗിളും കൂട്ടിയാൽ 90 ഡിഗ്രി. Therefore, 2 angle BAC equal to 90 degree. കാരണം BAC ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BCA ആണ്. BC ഈക്വൽ ടു AD ആണ്. അതായത് ആംഗിൾ BCA ഈക്വൽ ടു ആംഗിൾ BCO അല്ലെങ്കിൽ BCA രണ്ടും തന്നെയാണ്, ഈക്വൽ ടു 45 ഡിഗ്രി. അതുപോലെ തന്നെ നമുക്ക് തെളിയിക്കാം. അപ്പോൾ സിമിലർലി ആംഗിൾ CBO ഈക്വൽ ടു 45 ഡിഗ്രി. BO ഈ ആംഗിൾ ഇത് 45 ആകുമ്പോൾ ഇതും 45 ആയിക്കോളും. ഇനി ഇൻ ട്രയാങ്കിൾ BCO ആംഗിൾ BCO plus angle CBO plus angle BOC equal to 180 degree. Angle BCO ഈ ആംഗിൾ, അതുപോലെ ആംഗിൾ CBO ഈ ആംഗിൾ, പിന്നെ ആംഗിൾ BOC ഈ ആംഗിൾ, ഇത് മൂന്നും കൂട്ടിയേ 180 ഡിഗ്രി കിട്ടും. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇത് 45 ആണ്, ഇത് 45 ആണ്. അപ്പോൾ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ BOC ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. Therefore, ആംഗിൾ BOC ഈക്വൽ ടു 90 ഡിഗ്രി നമുക്ക് കിട്ടി. അതിൽ നിന്നും BO പെർപെൻഡിക്കുലർ ടു OC, BO പെർപെൻഡിക്കുലർ ടു OC ആണ്. അതായത് BO പെർപെൻഡിക്കുലർ ടു AC ആണ്. OCക്ക് പെർപെൻഡിക്കുലർ ആണ്, ഈ മൊത്തം സ്ട്രേറ്റ് ലൈൻ ACക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ AC ഈക്വൽ ടു BD ആണ്, അതുപോലെ AC പെർപെൻഡിക്കുലർ ടു BD ആണ്, അതുപോലെ AO ഈക്വൽ ടു OC ആണ്, അതുപോലെ OB ഈക്വൽ ടു OD ആണ്. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. ഇവിടെ നമുക്ക് അറിയുന്ന ഈ 4 സൈഡും ഈക്വൽ ആണെന്ന് അറിയാം സ്ക്വയർ വെച്ചിട്ട്, അതുപോലെ ഈ 4 ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് നമുക്കറിയാം. അതിൽ നമ്മൾ പ്രൂവ് ചെയ്തത് ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു, ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നും പ്രൂവ് ചെയ്തു.